കേരളത്തിലെ നഗരങ്ങൾ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹരിത കർമ്മ സേന ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിത എന്ന് പറഞ്ഞാൽ പച്ച, അതായത് പ്രകൃതിയെ ശുചീകരിച്ച് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നു. അവരുടെ യൂണിഫോമിന്റെ കളർ പച്ചയാണ്, കണ്ടല്ലോ. ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഏകദേശം 1000-ന് മുകളിൽ ആളുകൾ ഇതിൽ തൊഴിലെടുക്കുന്നുണ്ട്. കുടുംബം നടത്താനുള്ള കാശ് കിട്ടുന്നുണ്ട് അവർക്ക്. അവർ സംതൃപ്തരാണ്. ഇപ്പോൾ ഇത് തിരുവനന്തപുരത്തെ മേയർ, അറിയാമല്ലോ, തിരുവനന്തപുരത്തെ മേയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് BJP പിടിച്ചെടുത്ത ആ മുനിസിപ്പാലിറ്റി. അവരൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പച്ചയൊന്നും ഇനി വേണ്ട, ഇനി നമുക്ക് യൂണിഫോമായിട്ട് കാവി മതി, സഫ്രോൺ കളർ മതി. നല്ല രസമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ കാവി കൊടുത്തുകൊണ്ട് രാവിലെ പണിക്കിറങ്ങുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ VV രാജേഷ് ജോക്കി കമ്പനിയുമായിട്ട് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരുടെ കുറെ ഈ കാവി ഇന്നർവെയർ വിൽക്കാതെ വെച്ചിട്ടുണ്ട്. ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് ചിലവാകുന്നത്, അത് ചിലവായിട്ടില്ല. ഇതൊക്കെ ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ളൊരു ശ്രമമാണെന്നൊരു സംശയമുണ്ട്. എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട്. ഇനി യൂട്യൂബർമാരും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംപ്രേഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെ തിരുവനന്തപുരത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ VV രാജേഷ് പറയുമായിരിക്കും കാവി ഉടുത്തുകൊണ്ട് വന്നിട്ട്, അല്ലെ ഒരു കാവി തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ട് മതി യൂട്യൂബിൽ വരിക എന്നുള്ളത്. ആ ഒരു ദിനം വന്നാലേ പിന്നെ എന്നെ കാണത്തില്ല ആ ദിവസം തൊട്ട്. 3-4 വർഷം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ആ രാമായണ എക്സ്പ്രസ് ഉണ്ട്, അയോധ്യയിലൊക്കെ പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടല്ലോ. ആ ട്രെയിനിലെ ജോലിക്കാരൊക്കെ കാവി വസ്ത്രം അണിയണം, കാവി നിറമുള്ള മാസ്ക് ധരിക്കണം, കാവി നിറമുള്ള തൊപ്പി അല്ലെ തലപ്പാവ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിയമം ഉണ്ടാക്കി ആര്? അമിത് ഷാ. പക്ഷേ ജോലിക്കാരൊക്കെ അതിനെ എതിർത്തു. 5-6 മാസം തന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഈവൻ കസ്റ്റമേഴ്സ് പോലും, യാത്രക്കാർ പോലും പറഞ്ഞു ഇതെന്തോ കോമാളത്തിലേക്ക് കാണിക്കുന്നത്, ഈ കാവി എണീപ്പിച്ച് ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ ചോദിച്ചു. അത് വിഡ്രോ ചെയ്തു. പിന്നെ ചില കമ്പനികളിലൊക്കെ നോർത്തിൽ, പ്രത്യേകിച്ചും ഗുജറാത്തിൽ, ഈ കാക്കി ഉടുപ്പ്, നീല ഉടുപ്പ് ഒക്കെ ഉണ്ടല്ലോ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അത് വേണ്ടാന്ന് വെക്കണം, എന്നിട്ട് കാവി യൂണിഫോം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരൊക്കെ കുറേ നിയമമൊക്കെ ഉണ്ടാക്കി. അവിടെ കുറേയൊക്കെ നടക്കുന്നുണ്ട്. കാരണം അവിടുത്തെ കമ്പനി ഓണറും ഈ BJP-ക്കാരാണ്, അല്ലെങ്കിൽ RSSകാരാണ്. പിന്നെ മാനേജരും ജോലിക്കാരും ഒക്കെ 60-70% ആൾക്കാർ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നടക്കും. പക്ഷെ വേറെ ഇന്ത്യയിലൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നടന്നിട്ടുമില്ല. 2022 തൊട്ട് എന്തൊക്കെ ഒപ്പിക്കാൻ നോക്കിയോ അതെല്ലാം ചീറ്റിപ്പോയി. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ശ്രീ രാജേഷ് ജോക്കിയും ഇട്ട്, കാവി ജോക്കിയും ഇട്ട് വരുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം, അല്ലേ?